എന്താണ് ജീവിതത്തിലുള്ള ഒരു മുമ്പോട്ടുള്ളൊരു ചിന്ത? ഇപ്പൊ പോകുന്നത് തന്നെ ദൈവം തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ഇന്ന് ഈ വേദിയിൽ ഇരിക്കുന്നത് ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ഇതൊക്കെ തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഇങ്ങനെ പോയാൽ മതി. എനിക്ക് സോണിയെ വളരെ നന്നായിട്ട് അറിയാം, അതായത് വർഷങ്ങളായിട്ട് അറിയാം. അപ്പോൾ സോണിയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളൊരു പിഴവ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു നഷ്ടം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദൗർഭാഗ്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ വിവാഹ ജീവിതമായിരിക്കും. അതെന്താണ്, എന്ത് പറ്റിയതാണ് സർ? ഇപ്പോൾ അറ്റ് പ്രസന്റ് ഞാൻ ഇതിനെ നഷ്ടമെന്നോ ദൗർബല്യമെന്നോ പറയുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ കറേജായിട്ടും ഞാൻ ഒരുപക്ഷെ ഇന്ന് ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത് അങ്ങനെ ഒരു ലൈഫിൽ ആ ഒരു ടേണിംഗ് പോയിന്റ് വന്നതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാനൊരു ഗായിക മാത്രമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ചിലപ്പോൾ ഗായിക പോലും ആവില്ല. എനിക്ക് വേറെ എന്തെങ്കിലും മെന്റൽ ഡിപ്രഷനോ എന്തെങ്കിലും വന്നിട്ട് ഞാൻ അത് തുടർന്ന് പോയിരുന്നെങ്കിൽ സംഭവിച്ചേനെ. ഞാനത് ഓവർകം കറക്റ്റ് ടൈമിൽ ചെയ്തതുകൊണ്ട് എനിക്കും കൂടെ എൻ്റെ 2 മക്കൾക്കും നല്ലൊരു കാര്യത്തിലേക്ക് എനിക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റി. ഞാൻ അതിനെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ സ്ട്രോങ് ആവുന്നതും മുന്നോട്ട് പോകാൻ ഒരു ഫയർ കിട്ടുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ ചോദിക്കുന്ന പുനർവിവാഹം നടത്തിയോ അതോ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് കല്യാണം കഴിച്ചു. അല്ല, ഞാൻ ചോദിച്ച സായി ഇന്ന് വന്നോണ്ടാ ഞാൻ ചോദിക്കുന്നത്. ഞാനത് സർ എൻ്റെ വളരെ ചെറിയ ഏജിലാണ് ഞാൻ ഡിവോഴ്സ് ആവുന്നത്, 22 ഇയേഴ്സിൽ. അപ്പൊ നമുക്ക് എപ്പോഴും തെറ്റായ വഴികളിലൂടെ പോകാനുള്ള ഒരു പ്രവണത സാധാരണ മനുഷ്യരാണ് നമ്മൾ. അത് വരാതിരിക്കണേ നമ്മൾ സ്പിരിച്വാലിറ്റിയിലോട്ട് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഞാൻ സായിബാബ ഡിവോട്ടി ആണ്. അങ്ങനെ ഞാൻ ആ ഒരു മൈൻഡിൽ അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഞാൻ അടിയറവ് വെച്ചിട്ട് മുന്നോട്ട് എന്റെ ലൈഫ് അങ്ങനെ കൊണ്ടുപോയി. 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. എന്ത് ചെയ്യുന്നു സർ? 2 പേരും പാട്ട് പാടും. ഒരാള് അനിമേറ്റർ ആണ്. ഞാൻ ഒറ്റയ്ക്ക് അവരെ നന്നായിട്ട് വളർത്തി. ഒരാളിപ്പോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ ഒരുമിച്ചാണോ താമസിക്കുന്നത്? ഒരുമിച്ചാണ്, എറണാകുളത്ത്. എന്റെ കൂടെയാണ് മക്കൾ 2 പേരും. ഇത്രയും നാള് സോണി പാടിയല്ലോ, ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാട്? സർ, അങ്ങനെ പ്രൊഡ്യൂസർ ആകാശ് പ്രകാശ് പ്രൊഡക്ഷന്റെ ബാനറിൽ ഞാനിപ്പോ ഈ കരളിൽ കൂടുമെന്നുള്ളൊരു പാട്ട് പാടി ഇപ്പൊ ഹംഗാമ അവാർഡൊക്കെ കിട്ടിയത് അദ്ദേഹത്തിന് ആ ഒരു ബാനറാണ്. പക്ഷെ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ സ്ട്രോങ്. എന്റെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെ സപ്പോർട്ട് കിട്ടിയിട്ടില്ല സർ. ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന ഒരു ലേഡിയാണ്. അങ്ങനെ വന്നോണ്ടിരിക്കും. ഉറപ്പായിട്ടും സർ. കരളിൽ കോടുമേഞ്ഞു കാത്തിരുന്നു നിന്നെ, കനവിൽ കാവലായി കൂടെ വന്നു പൊന്നെ, വഴിയിൽ പാത്തിരുന്ന് ഓർത്തിരുന്ന കണ്ണേ, മനസ്സിൽ കുഞ്ഞു കുഞ്ഞു മോഹമായി വന്നു നിന്നു എന്റെ മുന്നിൽ നീ പ്രണയമേ. കരളിൽ കൂടുമേഞ്ഞു കാത്തിരുന്നു നിന്നെ, കനവിൽ കാവലായി കൂടെ വന്നു പൊന്നെ, വഴിയിൽ പാത്തിരുന്നു ഓർത്തിരുന്നു കണ്ണേ, മനസ്സിൽ കുഞ്ഞു കുഞ്ഞു മോഹമായി വന്നു നിന്നു
എങ്കിലേ പോരാമോ കരളിൽ കൂടുമേഞ്ഞു കാത്തിരുന്നു നിന്നെ കനവിൽ കാവലായി കൂടെ വന്നു പൊന്നേ ചാരത്തു വന്നതും ചാഞ്ചാടും തെന്നല അകലെ എവിടെ പോയി നീ കരളിൽ കൂടുമേഞ്ഞു കാത്തിരുന്നു നിന്നെ കനവിൽ കാവലായി കൂടെ വന്നു പൊന്നെ വഴിയിൽ പാത്തിരുന്ന് ഓർത്തിരുന്നു കണ്ണേ മനസ്സിൽ കുഞ്ഞു കുഞ്ഞു മോഹമായി വന്നു നിന്നു എൻ്റെ മുന്നിൽ നീ പ്രണയമേ എന്തായാലും ജീവിതത്തിൽ കുറേ അനുഭവങ്ങൾ അല്ലേ? അതെ സർ. തുടക്കം മുതൽ പാട്ട് പാടാൻ വേണ്ടിയിട്ട് അമ്മയുടെ ആഗ്രഹം അത് സഫലീകരിച്ചു കൊടുത്തു. അതിനുശേഷം വിവാഹം, അതിനുശേഷം കുട്ടികളുണ്ടാവുന്നു. പിന്നെ സ്വന്തമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ആത്മീയതയിലൂടെ നമ്മൾ പിടിച്ച് സ്വന്തം പ്രയത്നത്തിലൂടെ കയറി മ്യൂസിക് ഡയറക്ഷൻ, എഴുത്ത്, പാട്ട്, അതുപോലെ തന്നെ പിന്നെ ഒരു രസത്തിന് മിമിക്രി, അങ്ങനെ അല്ലേ? അമൃത TV നൽകുന്ന ഒരു ആദരവുണ്ട്. അത് രമേശ് നാരായണൻ ജി. He will do it for you. Okay? സോണിക്ക് അമൃത TV നൽകുന്ന ഒരു ഉപഹാരം ഇതാ നമ്മുടെ രമേശ് നാരായണൻ ജി. വലിയ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവിധ ടാലൻറ്റും മ്യൂസിക്കിന് വേണ്ടിയുള്ള ആവശ്യമുള്ള എല്ലാം ഇതിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. എന്തായാലും നന്നായിട്ട് വരട്ടെ. Thank ഓൾ you, ദി sir. ബെസ്റ്റ്.